voltmeter. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പം പൾസ് ജനറേറ്ററിലേക്ക് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കും. പൾസ് ജനറേറ്റർ അതിനനുസരിച്ചൊരു അതിന്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് ഒരു പൾസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, പൾസ് ജനറേറ്റ് ചെയ്യും. ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് പൾസ് ജനറേറ്ററിന് മറ്റേ ഇൻപുട്ട് ഒരു എന്താ പറയുക പൾസ് ട്രെയിൻ ക്രിയേറ്റ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടും ഹൈ ആവുന്ന സമയത്ത് മാത്രമേ ആൻഡിന്റെ ഔട്ട്പുട്ട് ഹൈ ആവും. കൗണ്ട് ലാച്ച് കൗണ്ട് ചെയ്യും എത്ര ഇതുണ്ടെന്ന്. ഇങ്ങനെ കിട്ടിയ കൗണ്ട്, ഇങ്ങനെ കിട്ടുന്ന കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഇങ്ങനെ കിട്ടുന്ന കൗണ്ടിൽ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാവുക? നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ വോൾട്ടേജ് അല്ലേ നമുക്ക് മെഷർ ചെയ്യേണ്ടത് അല്ലേ? ഇങ്ങനെ കിട്ടുന്ന കൗണ്ടിന്ന് ഇൻപുട്ട് സിഗ്നലിന്റെ വോൾട്ടേജ് എത്രയാണെന്ന് മനസ്സിലാവുക. അത് റിലേഷൻ എന്താണ്? റിലേഷൻ അല്ല, ഒരു കൗണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യാം? അതായത് കൗണ്ട് വാല്യൂ ആ ജനറേറ്റ് ചെയ്യുന്ന പൾസ് വിഡ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ആ ഒരു ബേസിലാണ് നമ്മൾ ഈ രണ്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തത്, റാമ്പ് ടൈപ്പ് ഡിജിറ്റൽ വോൾട്ട്മീറ്ററും ഡുവൽ സ്ലോപ്പ് വോൾട്ട്മീറ്ററും. ഹിപ്സും ഉണ്ടോ ഓൺലൈനില്? ഇല്ല. ഹർഷ ഉണ്ടോ ഓൺലൈനില്? ഹർഷ വന്നല്ലോ. ഹർഷ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഹർഷ ഓഡിബിൾ ആണോ? ഹരിത? പറഞ്ഞുതരാൻ പറ്റുമോ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുക? ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇന്നലത്തെ ഇല്ലാണ്ട് ചാർജ് ഇവിടെ വീട്ടിൽ കറണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് അവർ ആകുമ്പോഴത്തേക്ക് ഇത് ചാർജ് തീർന്നു പോയി. Okay, in yesterday's class we were discussing about frequency synthesizer. Okay, so what is frequency synthesizer? It is an electronic device that generates a range of frequency from a single reference frequency. That means that we have a single reference frequency, say some 20 megahertz. From that 20 megahertz we can generate frequencies as per our requirement. If we want 10 megahertz, we can generate that one. 5 megahertz, we can generate that one also. 10 kilohertz, that also we can generate. So according to your requirement, you can generate the required frequency from this single reference frequency. That is the working of frequency synthesizer. It is used in radio receiver, television, etc. So this was the block diagram, and the major explanation was about these blocks. And ഇതെന്തായിരുന്നു? ഇത് PLL ആണെന്ന് പറഞ്ഞു, ഫേസ് ലോക്ക്ഡ് ലൂപ്പ് അല്ലേ? എന്നിട്ട് എന്താണ് ഞാൻ പറഞ്ഞത്? സോ ഇനീഷ്യലി ഓസിലേറ്റർ വിൽ ബി ജനറേറ്റിംഗ് പൾസസ് ആൻഡ് okay, it is given to phase comparator. Okay, phase comparator ഒരു ഇൻപുട്ട് ആയി കൊടുക്കും. ഫേസ് കമ്പാരറ്ററിന്റെ മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? സോ എന്ത് സംഭവിക്കും? ഈ ഇൻപുട്ടിൽ ഇഫ് ദർ ഇസ് എനി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഫീഡ്ബാക്ക്,
phase comparator will generate an error signal and it is filtered and it is given to voltage controlled oscillator. What is the purpose of voltage controlled oscillator? It will oscillate depends on the input voltage. Input voltage അനുസരിച്ച് ഒരു ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻപുട്ട് DC വോൾട്ടേജ് അനുസരിച്ച് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ എന്താ സംഭവിക്കുക? ഇപ്പം സപ്പോസ് ഈ ഫേസ് ഇങ്ങനെ ഒരു ബ്ലോക്ക്, അതായത് ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഈ ബ്ലോക്ക് ഇവിടെ ഇല്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇഫ് ഐ എം അപ്ലൈയിങ് എ ക്ലോക്ക് സിഗ്നൽ ഓഫ് ഫ്രീക്വൻസി 50 ഹെർട്സ്, ഇത് സ്ലോലി രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നോക്കും, ഇൻപുട്ടും ഫീഡ്ബാക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇഫ് ദ ഡിഫറൻസ് ഈസ് ഹയർ, അതായത് എന്തായാലും ഇനീഷ്യലി 0 ആയിരിക്കും ഫീഡ്ബാക്കിൽ, അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി, അതായത് സെറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റെഫറൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണെങ്കിൽ ആദ്യം അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. സോ ഇറ്റ് വിൽ ഗിവ് എ സിഗ്നൽ ടു വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്ത് ചെയ്യും? അവിടെ ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം എക്സാമ്പിൾ 10 ഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്തെങ്കിൽ അത് ഫീഡ്ബാക്കായി ഇവിടെ വരും. അപ്പോൾ ഇവിടെ 50 ഹെർട്സ് ഉണ്ട്, 10 ഹെർട്സ് ഉണ്ട്, ഫേസ് ഡിഫറൻസ് ഉണ്ട്. വീണ്ടും വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും ഫ്രീക്വൻസി. അപ്പോൾ എപ്പോഴാണോ ഈ ഔട്ട്പുട്ടിൽ 50 ഹെർട്സ് വരുന്നത്, അപ്പോൾ നമ്മുടെ ഫേസ് കമ്പാരിറ്ററിൽ രണ്ട് ഇൻപുട്ടും ഈക്വലായി, ഫേസ് ഡിഫറൻസ് ഇല്ലാതെയായി. അപ്പം എന്ത് സംഭവിക്കും? ആ ഒരു ഇവിടെ ലോക്ക് ചെയ്യും, ആ ഒരു ഫ്രീക്വൻസി ലോക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് എപ്പോഴും 50 ഹെർട്സ് ഔട്ട്പുട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു PLL എന്ന് പറയുന്ന ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എന്ന് പറയുന്ന സർക്യൂട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് കയ്യിലുള്ളത് എന്താ? ഒരു ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഒരു സർക്യൂട്ട്, ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ടിന് കുറേ സ്വിച്ചസ് ഉണ്ട് അല്ലേ? ആ സ്വിച്ച് വെച്ച് നമുക്ക് വാല്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ റെഫറൻസ് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് വിചാരിക്കുക. സോ ഇഫ് ഐ വാണ്ട് ടു ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ഓഫ് 500 ഹെർട്സ്, എന്ത് ചെയ്യണം? ഞാനിവിടെ ഡിവൈഡഡ് ബൈ n ഉള്ളെടുക്കുക 10 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യുമ്പോൾ 10 അവിടെ ഡിവൈഡ് ആയിക്കോളും. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, initially when I switched on, there is a lot of phase difference, so voltage controlled oscillator starts generating frequency signal. Okay, oscillate ചെയ്യാൻ തുടങ്ങും. സോ ഇത് ഇൻക്രീസ് ചെയ്ത് സപ്പോസ് വെൻ ഇറ്റ് ഈക്വൽ 50 ഹെർട്സ്, ഈ 50 ഹെർട്സിന് ഈക്വൽ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയി നിൽക്കണം. പക്ഷേ കോൺസ്റ്റന്റ് ആയി നിൽക്കില്ല. 50 ഹെർട്സ് ആകുമ്പോഴും ഇവിടെ ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഇവിടെ വരുമ്പം 5 ഹെർട്സ് മാത്രമേ ഉള്ളൂ. സോ അറ്റ് ദാറ്റ് ടൈം ദർ ഇസ് എ ഫേസ് ഡിഫറൻസ്. അപ്പോൾ പിന്നെയും വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എപ്പോഴാണോ 500ന് ഈക്വൽ ആവുന്നത്, ഡിവൈഡഡ് ബൈ 10 50 ഹെർട്സ് നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും 50 ഹെർട്സ് ആയി, ആ ലോക്ക് ചെയ്തു, ആ ഫ്രീക്വൻസിയിൽ ലോക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇൻപുട്ട് 50 ഹെർട്സ് കൊടുത്തു, ഔട്ട്പുട്ട് 500 ഹെർട്സ് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ കൗണ്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിവൈഡറിൽ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് the frequency will be varied, output frequency will be varied. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ യെസ്റ്റർഡേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നൗ വി വിൽ മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്, സ്പെക്ട്രം അനലൈസർ. സോ ദിസ് ഈസ് ദ ഡയഗ്രാം ഓഫ് സ്പെക്ട്രം അനലൈസർ. സോ ഇറ്റ് ഈസ് ഫോർ അനലൈസിങ് RF റേഞ്ച് സിഗ്നൽ. RF റേഞ്ചിലുള്ള സിഗ്നലിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. നമുക്കറിയാം, നമുക്കൊരു പർട്ടിക്കുലർ RF സോഴ്സ് എടുത്തിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, ഈ സ്ക്രീനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇൻ ദിസ് സ്ക്രീൻ വി ഹാവ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അപ്പം ടൈമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ വാല്യൂവും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ മോണിറ്റർ പാർട്ട്. ഇതാണ് മോണിറ്ററിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഫോർ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ, കണക്ഷൻ ഈസ് ഫ്രം ദിസ് പോയിന്റ്, ആൻഡ് ഫോർ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ദിസ് ഈസ് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ പോയിന്റ്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലോട്ടാണ് വെക്കണമെങ്കിൽ ആദ്യം എക്സ് ആക്സിസിനും വൈ ആക്സിസിലും ഒരു വാല്യൂ ഉണ്ടാവും, അതിനുശേഷം വീണ്ടും വാല്യൂ ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെയാണ് പ്ലോട്ട് വരിക അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് ടൈം ഡിവിഷൻ ഒരു ആക്സിസിൽ നിന്ന് മാറുന്നുണ്ടാവും, അതേപോലെ മാഗ്നിറ്റ്യൂഡ് മാറുന്നുണ്ടാവും. അപ്പം നമുക്ക് രണ്ട് ആക്സിസും രണ്ട് വാല്യൂവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്പ്ലേയിലേക്ക്
ഈ 2 ലൈന് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഡിസ്പ്ലേനെ കൺട്രോൾ ചെയ്യുന്നത് ടൈം ആക്സസിന് വേണ്ടി സ്വീപ്പ് ജനറേറ്ററിനും മാഗ്നിറ്റ്യൂഡിന് വേണ്ടി ഡിറ്റക്ടർ എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് CROയിലേക്ക് പോകുമ്പോൾ ആ സ്ക്രീനിൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. Okay, so that is the working of display part. Next, we are giving input attenuator. Okay, attenuator എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Attenuator എന്ന് പറയുന്നത് സർക്യൂട്ട് വിച്ച് റെഡ്യൂസസ് ദ മാഗ്നിറ്റ്യൂഡ് അല്ലേ. നമുക്ക് എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ആണ് ഉള്ളത് എന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപുട്ട് അറ്റന്വേറ്ററിൻ്റെ വർക്ക്. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിൽ ഹയർ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപുട്ട് അറ്റന്വേറ്ററിൻ്റെ വർക്ക്. സോ മാഗ്നിറ്റ്യൂഡ് വിൽ ബി റെഡ്യൂസ്ഡ് ഹിയർ. Magnitude. Then we have a LPF. LPF means low pass filter. It will filter all higher frequency signal. It will accept only low frequency signal. Okay, higher frequency signal ഒന്നും എലിമിനേറ്റ് ചെയ്യുന്നില്ല. ആ ഡിവൈസ് ഡിസൈൻ ചെയ്ത ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ മാത്രമാണ് എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യും. Then we have a mixer. Okay, mixer. What is the purpose of mixer? Mixer എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലെങ്കിൽ ടൈം ആക്സിസും അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആക്സിസും തമ്മിൽ മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സർ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് സ്വീപ്പ് ജനറേറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സ് ആക്സിസ് കൊടുത്തതെന്ന് അറിയാം. ദാറ്റ് ദ സെയിം സിഗ്നൽ ഈസ് ഗിവൺ ടു എ വോൾട്ടേജ് ട്യൂൺഡ് ഓസിലേറ്റർ. So what it will do, oscillator will produce frequency signal. So our input signal frequency and oscillator frequency are getting mixed here and it will produce a signal of frequency intermediate frequency IF. അല്ലേ, അത് ടൈം ആക്സിസ് അനുസരിച്ച് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പർപ്പസ് ആ ഒരു രീതി ചെയ്യുന്നത്. അതായത് ഇൻപുട്ടിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിൽ നമ്മൾ ടൈം ആക്സിസിൽ വരുന്ന ആ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് ഒരു സിഗ്നൽ മിക്സ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആഡ് ചെയ്യും. കാരണം ഒരുപക്ഷെ ആ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. അപ്പം അതിൻ്റെ കൂടെ അത്യാവശ്യം ആഡ് ചെയ്യാം, മിനിമം നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ ആഡ് ചെയ്യാൻ വേണ്ടി കൂടുതലൊരു ഫ്രീക്വൻസി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. സോ ദെൻ ലേറ്റർ along with this intermediate frequency we will amplify the signal and then it is given to a CR. Okay, അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് കിട്ടും. Okay, we will read that one. The working of super heterodyne spectrum analyzer is mentioned below. The RF signal which is to be analyzed is applied to the input attenuator. If the signal amplitude is too large, then it can be attenuated by an input attenuator. If the signal amplitude is too large, എന്താ ചെയ്യേണ്ടത്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് കുറച്ചുകൊണ്ട് വരണം. സോ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് അറ്റന്വേറ്റർ യൂസ് ചെയ്യുന്നത്. Then next block is low pass filter. So LPF low pass filter allows only the frequency component that are less than cutoff frequency. ആ ഡിവൈസിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും കുറവുള്ള ഫ്രീക്വൻസി കോമ്പണന്റ് മാത്രമേ ലോ പാസ് ഫിൽറ്റർ എന്ത് ചെയ്യൂ, അലോ ചെയ്യുകയുള്ളൂ. ദ മിക്സർ, ഓക്കെ, തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് മിക്സർ ആണ്. ദ മിക്സർ ഗെറ്റ്സ് ഇൻപുട്ട് ഫ്രം ലോ പാസ് ഫിൽറ്റർ ആൻഡ് വോൾട്ടേജ് ട്യൂൺഡ് ഓസിലേറ്റർ. ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ വിച്ച് ഇസ് ദ ഡിഫറൻസ് ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ബോത്ത് സിഗ്നൽ ദാറ്റ് ആർ അപ്ലൈഡ് ടു ഇറ്റ്. ഓക്കെ, സോ മിക്സറിന്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ മിക്സർ ഇവിടുന്ന് വരുന്ന ഫ്രീക്വൻസിയും ഇവിടുന്ന് ഫ്രീക്വൻസിയും തമ്മിൽ കമ്പയർ ചെയ്യുക. കാരണം ഇവിടെ നിന്നുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ മിനിമം ഫ്രീക്വൻസി ആവാം, അതിന് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുക, എംബഡഡ് ചെയ്യുക. അതാണ് മിക്സറിന്റെ വർക്ക്. ഓക്കെ, സോ then it is given to intermediate frequency amplifier. So it amplifies the intermediate frequency signal. There is output of mixer and then it is applied to detector. Okay, so the output of detector is given to vertical deflection plate of CR ന്റെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലേക്കാണ് കൊടുത്തത്. സോ അത് ബാക്കിയുള്ളത് അത് കൺട്രോൾ ചെയ്തു. ആ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതെന്ത് ചെയ്യും, മാനേജ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തോളും. സോ CR ഡിസ്പ്ലേസ് ദ സ്പെക്ട്രം ഓഫ് RF സിഗ്നൽ ഇൻ ദ CRT സ്ക്രീൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്പെക്ട്രം അനലൈസർ എന്ന് പറയുന്നത് RF റേഞ്ചിലുള്ള സിഗ്നൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. RF റേഞ്ചിലുള്ള സിഗ്നൽസ് എന്താ പറയുക, അനലൈസ് ചെയ്യാനുള്ള
ഒരു ഡിവൈസാണ് സൂപ്പർ ഹെറ്ററോഡൈൻ സ്പെക്ട്രം അനലൈസർ അല്ലെങ്കിൽ സ്പെക്ട്രം അനലൈസർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിന് എന്താ പറയുക, നമുക്കൊരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് സ്പെക്ട്രം ഇങ്ങനെ ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് സ്പെക്ട്രം അത് ഡിസ്പ്ലേ ചെയ്യും. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സ്പെക്ട്രം അനലൈസർ. വി ഹാവ് എ CRO ഓർ ഡിജിറ്റൽ ഡിസ്പ്ലേ ആവാം, എന്തും ആവും, ബോത്ത് ആയാലും ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും അതിന് വേണം. സോ വി ഹാവ് എ ഡിസ്പ്ലേ ഹിയർ, ഇതാണ് ഡിസ്പ്ലേ പാർട്ട്. ഇതിൻ്റെ 2 പ്ലേറ്റിലും സിഗ്നൽ കൊടുക്കുന്നതിനനുസരിച്ചാണ് അതിൽ ഡിസ്പ്ലേ ചെയ്യുക. സോ 1 പ്ലേറ്റിൽ കൊടുക്കുന്നത് സ്വീപ്പ് ജനറേറ്റർ വഴിയാണ്, മറ്റേത് ഡിറ്റക്ടർ വഴിയാണ്. സോ ഫസ്റ്റ് എന്താ ചെയ്യുക, വി വിൽ അപ്ലൈ ഇൻപുട്ട് ടു ദ ഇൻപുട്ട് അറ്റ്യൂനേറ്റർ. അറ്റ്യൂനേറ്ററിൻ്റെ എന്താണ്, അറ്റ്യൂനേറ്ററിൻ്റെ ആവശ്യം എന്താണ്? ദ നീഡ് ഓഫ് അറ്റ്യൂനേറ്റർ ഈസ് ടു റെഡ്യൂസ് ഹൈ മാഗ്നിറ്റ്യൂഡ് സിഗ്നൽ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അറ്റ്യൂനേറ്ററിൻ്റെ ജോലി. സോ ദെൻ ഇറ്റ് ഈസ് ലോ പാസ് ഫിൽട്ടർ ഉണ്ട്. അപ്പോൾ ലോ പാസ് ഫിൽട്ടർ എന്ത് ചെയ്യും, മിനിമം ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ മാത്രം അലോ ചെയ്യും, ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ബ്ലോക്ക് ചെയ്യും. Then we have mixer. The purpose of mixer is to mix this input signal with the signal generated by voltage tuned oscillator. ആ സിഗ്നൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നല്ലൊരു ഫ്രീക്വൻസിയിലുള്ള എംബഡഡ് ചെയ്ത് നല്ലൊരു ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ നമുക്ക് കിട്ടും. Then we have IF amplifier. So the output of mixer is amplified and given it to the detector. So detector will be giving signal to vertical plate of CRO. So that the spectrum is displayed on the screen. അങ്ങനെ സ്പെക്ട്രം എന്ത് ചെയ്യും, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ അവസാനത്തെ സെഷനിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നെക്സ്റ്റ് വി ഹാവ് ലോജിക് അനലൈസർ. ദിസ് അനദർ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കണ്ടു 2 ക്ലാസ്സുകളിലായിട്ട്. മാറിപ്പോയത് ഇവിടം വരെ നമുക്ക് വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ എന്താ പറയുക, വോൾട്ട് മീറ്റർ എന്നൊക്കെ പറയുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വഴി ആണ് നമ്മൾ കണ്ടത്. ഫ്രീക്വൻസി സിന്തസൈസർ എന്ന് പറയുമ്പം ഒരു ഡിവൈസ്, പ്രത്യേക വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് എന്താ പറയുക, റിക്വയർഡ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്യേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. വീണ്ടും നമ്മളൊരു RF റേഞ്ചിലുള്ള സിഗ്നലിനെ അനലൈസ് ചെയ്യാനുള്ള സ്പെക്ട്രം അനലൈസറിനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ വേറൊരു ഡിവൈസിനെ പറ്റി പഠിക്കുകയാണ്, ലോജിക് അനലൈസർ. ലോജിക് അനലൈസർ എന്ന് പറയുന്നത്, ലോജിക് അനലൈസർ കണക്ട്സ് ടു അക്വയർസ് ആൻഡ് അനലൈസേഴ്സ് ഡിജിറ്റൽ സിഗ്നൽ. ഡിജിറ്റൽ സിഗ്നൽ അക്വയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ലോജിക് അനലൈസർ. ഓക്കെ, നമുക്കിപ്പം ഒരു നിങ്ങൾ പറഞ്ഞ ഒരു മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ സർക്യൂട്ട് ഉണ്ട് നിങ്ങൾ പഠിച്ചതനുസരിച്ച്. ഓക്കെ, മൈക്രോ കൺട്രോളറിന് ക്ലോക്ക് സർക്യൂട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. സോ ഈ ക്ലോക്കിനനുസരിച്ച് പല സിഗ്നലും ചിലപ്പോൾ മാറും. ടൈമറിൻ്റെ വാല്യൂ, ടൈമറൊക്കെ പഠിച്ചാൽ നിങ്ങൾ മൈക്രോ പ്രോസസ്സർ കൺട്രോളറിൽ, മൈക്രോ കൺട്രോളർ ടൈമറും കൗണ്ടറൊക്കെ പഠിച്ചാൽ, ടൈമറിൻ്റെ ഫ്ലാഗ് രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്റർ, ഇതൊക്കെ പഠിച്ചാൽ. ഓക്കെ, ആ ടൈമിങ്ങിനനുസരിച്ച് ഓരോ ഫ്രീക്വൻസി ഒക്കെ ഉണ്ടാവും അല്ലേ. ആ ടൈമിങ്ങിൻ്റെ പൾസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യണം. നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ക്ലോക്ക് പൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു മൈക്രോ കൺട്രോളറിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ക്ലോക്ക് പൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്. അതേപോലെ ക്ലോക്ക് പൾസിനെ ബേസ് ചെയ്തിട്ടാണ് ടൈമർ ബാർ കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു സർക്യൂട്ടിലെ കംപ്ലീറ്റ് ഡാറ്റയും, അല്ലെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട് ആയല്ലേ, നമ്മുടെ മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറേ ഡിജിറ്റൽ കാര്യങ്ങളാണ് ഉള്ളത്. എല്ലാ
സിഗ്നൽസും മെജോറിറ്റി ഓഫ് സിഗ്നൽ ഡിജിറ്റൽ ആയിരിക്കും. സോ ഇതിനെയൊക്കെ അനലൈസ് ചെയ്യണം. ഓരോ ടൈം ഇൻസ്റ്റൻറ്റിനനുസരിച്ച് എന്തൊക്കെയാണ് ഓരോ സിഗ്നലിലുള്ള വേരിയേഷൻ എന്നുള്ളത് മനസ്സിലാക്കണം. സോ നമ്മളത് ഓപ്ഷനിൽ നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് CRO ആണ്. CRO നമുക്കറിയാം, ഒരു CRO നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, 2 ചാനലാണുള്ളത്, മാക്സിമം 3-4 ചാനൽ വരെയൊക്കെ വരും. അപ്പോൾ നമുക്ക് അവിടെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് വി ക്യാൻ അനലൈസ് മാക്സിമം 4 ചാനൽസ് അല്ലേ. പക്ഷെ ലോജിക് അനലൈസർ അല്ല, നമുക്ക് n നമ്പർ ഓഫ് ചാനൽസ് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരേ ടൈമിൽ n നമ്പർ ഓഫ് സിഗ്നൽസ് അനലൈസ് ചെയ്യാൻ പറ്റും. ബട്ട് CRO DSO തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, PROയിൽ നമുക്ക് അനലോഗും ഡിജിറ്റലും ഒക്കെ കണക്ട് ചെയ്യാം, ഇത് ഡിജിറ്റലിന് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, സോ ഒരു ലോജിക് അനലൈസർ എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് ദീസ് എലമെന്റ്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് പ്രോബ്, ദാറ്റ് ഈസ് കണക്ട് ദ സിസ്റ്റം അണ്ടർ ടെസ്റ്റ് ടു ലോജിക് അനലൈസർ. അതായത് ടെസ്റ്റ് ചെയ്യേണ്ടത് അത് എന്താ പറയാ, ലോജിക് അനലൈസറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പണി? പ്രോബിന്റെ ജോലി. Okay, then we have setup, that is how to run this one, clock mode or triggered mode. Then we have acquire, that is taking the value or reading the value to memory. Then fourth one is it is working means we will be connecting all input. Using probe we will be connecting all the signal to logic analyzer. നമ്മുടെ സർക്യൂട്ട് ഉണ്ടാവും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, മൈക്രോ കൺട്രോളറിന്റെ ആ സർക്യൂട്ട് എടുക്കും. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് പൾസസ്, കുറേ പൾസ് സിഗ്നൽ ഉണ്ടാവും, ക്ലോക്ക് പൾസ് ഉണ്ടാവും, ടൈമറിന്റെ പൾസ് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. റീസെറ്റ് സിഗ്നൽ ഉണ്ടാവും, എനേബിൾ സിഗ്നൽ, പല ICയുടെ എനേബിൾ സിഗ്നൽ ഉണ്ടാവും. സോ വി നീഡ് ടു അനലൈസ് ദിസ് വൺ കേസ് ബൈ കേസ്. അപ്പോൾ ഒരു ഡിസൈനർ, നിങ്ങൾ ഭാവിയിൽ ഒരു സർക്യൂട്ട് ഡിസൈനറൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ആ ഓരോ ടൈമിലും എന്തൊക്കെയാണ് ഈ സിഗ്നലിന്റെ ബിഹേവിയർ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ ഈ സർക്യൂട്ട് എടുക്കും, ആൻഡ് ഏതൊക്കെ ഇൻപുട്ട് ആണോ നമുക്ക് നെസസറി, ദാറ്റ് വിൽ ബി കണക്ടിങ് ടു ലോജിക് അനലൈസറുമായിട്ട് കണക്ട് ചെയ്യും. സോ ദെൻ വി വിൽ സെലക്ട് ക്ലോക്ക് മോഡ് ഓർ ട്രിഗറിംഗ് മോഡ് ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ ക്ലോക്ക് പൾസ്. ആ ക്ലോക്ക് പൾസ് വെച്ചിട്ട് തന്നെ സിഗ്നൽ റീഡ് ചെയ്യണോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യണോ, ഇന്റേണൽ ആയിട്ട് റീഡ് ചെയ്യണോ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് റീഡ് ചെയ്തുകൊണ്ട് പോകണോ, അങ്ങനെ ചെയ്യും. കാരണം ലോജിക് അനലൈസർ എന്ന് പറയുന്നത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ഇൻസ്റ്റന്റ് ആയിട്ടാണ് റീഡിങ് എടുക്കുക അല്ലെ. എല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള റീഡിങ് അല്ല, ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്താണ് റീഡിങ്, അടുത്ത ഇൻസ്റ്റന്റിൽ എന്താണ് റീഡിങ്, അങ്ങനെ എടുക്കുക. അതിപ്പോൾ ക്ലോക്ക് വൈസിൽ ക്ലോക്ക് പൾസ് പോസിറ്റീവ് ആകുമ്പോൾ, അല്ലെങ്കിൽ പോസിറ്റീവ് ട്രിഗറിങ് മോഡിലാവുമ്പോൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നെഗറ്റീവ് ട്രിഗറിങ് ആണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഓരോ 5 മില്ലി സെക്കൻഡ് വരുമ്പോഴും ട്രിഗർ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഈ ട്രിഗറിങ്ങിനനുസരിച്ചാണ് ഓരോ വാല്യൂസും റീഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോബ് കണക്ട് ചെയ്യും, ഓരോ വാല്യൂസും റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കും. ദെൻ ഇറ്റ് ഈസ് അക്വയർ. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റീഡ് ചെയ്യുന്ന വാല്യൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് ഫൈനലി ദേ വിൽ അനലൈസ് ആൻഡ് ഡിസ്പ്ലേ ഓൺ ദ സ്ക്രീൻ. അങ്ങനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, സോ ഹിയർ വി ഹാവ് ഇൻപുട്ട് പ്രോബ്. ഇൻപുട്ട് പ്രോബ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ n നമ്പർ ഓഫ് സിഗ്നൽ ഉണ്ടാവും. ആ സിഗ്നലൊക്കെ ഇൻപുട്ട് പ്രോബ് വഴി, പ്രോബ് ബഫർ ബാർ സാമ്പിളർ എന്ന് പറയുന്ന സർക്യൂട്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഈസ് കണക്റ്റഡ് ടു മെമ്മറി, ദെൻ ട്രിഗർ ലോജിക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ആൻ എക്സ്റ്റേണൽ പ്രോബ്, എക്സ്റ്റേണൽ ക്ലോക്ക് പ്രോബ്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ക്ലോക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് ക്ലോക്ക് കൊടുക്കാം അല്ലെ. എന്തിനാണ് ഈ എക്സ്റ്റേണലും ഇന്റേണലും ആയിട്ടുള്ള ക്ലോക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈക്രോ കൺട്രോളർ സർക്യൂട്ടാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ആ മൈക്രോ കൺട്രോളറിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്ലോക്ക് സിഗ്നലിനനുസരിച്ച് ഇത് റീഡ് ചെയ്യണം. ഓരോ സിഗ്നലിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ക്ലോക്ക് കൊടുക്കണം. അങ്ങനെയല്ല, ഈ ഡിവൈസ് ആണ് റീഡ് ചെയ്യേണ്ടത്, ഇന്ന ഇൻസ്റ്റന്റിൽ റീഡ് ചെയ്യണം, ഇന്ന ഇൻസ്റ്റന്റിൽ റീഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നെങ്കിൽ നമുക്ക് ഇന്റേണൽ ക്ലോക്ക് കൊടുക്കാം. So there is an option clock select. We can select external clock or internal clock, depends on the application. So then there is a clock signal to probe buffer and sampler. So നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഇവിടെ വരെ വന്ന് നിൽക്കും. ഇവിടെ ക്ലോക്ക് കിട്ടുന്നതിനനുസരിച്ച് അത് മെമ്മറിയിലേക്കും അതേപോലെ ട്രിഗർ ലോജിക്കിലേക്കും പോകും. ആൻഡ് ബേസ്ഡ് ഓൺ ദ ട്രിഗർ ലോജിക് അവിടെ ഒരു മെമ്മറി കൺട്രോൾ ബ്ലോക്ക് ഉണ്ട്. മെമ്മറിനെ റീഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എനേബിൾ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്ലോക്കാണ്. അതും ക്ലോക്ക് സിഗ്നലുമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ
എപ്പോഴൊക്കെയാണ് റീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്ലോക്ക് സെലക്ട് സിഗ്നൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ക്ലോക്ക് വരുന്നതിനനുസരിച്ച് മെമ്മറിയിൽ എന്ത് ചെയ്യുക, ഈ ഇൻപുട്ട് എന്ന് വരുന്ന ഡാറ്റ ഇവിടെയുള്ള മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്റ്റോർഡ്, അത് അനലൈസ് ചെയ്ത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം. കംപ്ലീറ്റ് റീഡ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ നമുക്ക് പോസിബിൾ ആണ്. ക്ലിയർ ആയ? അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ? യു ഹാവ് ഡിസ്കസ് 2 ഇൻസ്ട്രുമെന്റ്. സോ ഫസ്റ്റ് വൺ വാസ്, ഏതായിരുന്നു ഫസ്റ്റ് വൺ? സ്പെക്ട്രം അനലൈസർ അല്ലെങ്കിൽ സൂപ്പർ ഹെട്രോഡൈൻ സ്പെക്ട്രം അനലൈസർ. അതൊരു ടൈപ്പ് ഓഫ് സ്പെക്ട്രം അനലൈസർ ആണ്. ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി വരുന്നത് കൊണ്ടാണ് അത് സൂപ്പർ ഹെട്രോഡൈൻ എന്ന് വിളിക്കുന്നത്. അപ്പം സ്പെക്ട്രം അനലൈസറിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് ലോജിക് അനലൈസറിനെ പറ്റിയിട്ടാണ് അല്ലേ? അപ്പം രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് RF സിഗ്നലിന്റെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, രണ്ടാമത് ഡിജിറ്റൽ സിഗ്നലിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഓക്കെ, സോ എന്താണ് സംഭവിക്കുക? ഹെട്രോഡൈൻ സ്പെക്ട്രം അനലൈസർ നമുക്ക് ഒന്നും കൂടെ റിവ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം സ്പെക്ട്രോഡൈൻ സ്പെക്ട്രം അനലൈസർ, സൂപ്പർ ഹെട്രോഡൈൻ സ്പെക്ട്രം അനലൈസറിൽ നമ്മൾ ആദ്യം ഇൻപുട്ട് കൊടുക്കുന്നു. അത് എന്തായിരിക്കും? RF സിഗ്നൽ ആയിരിക്കും. RF സിഗ്നലിനെ എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ച് കൊണ്ടുവരും. ഓക്കെ, RF ഇൻപുട്ട് നമ്മൾ കൊടുക്കും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ച് കൊണ്ടുവന്ന്, സോ ദാറ്റ് ഈസ് ഗിവൺ ടു എ ലോ പാസ് ഫിൽറ്റർ. അതായത് ഹൈ ഫ്രീക്വൻസി എലമെന്റിനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ എക്യുപ്മെന്റ് ഡിസൈൻ ചെയ്യാൻ, ആ എക്യുപ്മെന്റിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിൽ വർക്ക് ചെയ്യാന്നുള്ള കോൺസെപ്റ്റിലാണ് അത് അല്ലെ? ഹൈ ഫ്രീക്വൻസി, അതിന്റെ സർക്യൂട്ടിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസിയിൽ മാത്രം വർക്ക് ചെയ്യുക. അപ്പം അതിന് മുകളിലുള്ള ഫ്രീക്വൻസിനെ ലിമിറ്റ് ചെയ്യുക. അങ്ങനെയാണ് ലോ പാസ് ഫിൽറ്റർ അവിടെ വന്നത്. സോ ദെൻ വി ഹാവ് എ മിക്സർ. സോ വി ആർ എന്താ പറയുക, എംബഡിങ് സം അതർ ഫ്രീക്വൻസി സിഗ്നൽ വിത്ത് ഇൻപുട്ട് ഫ്രീക്വൻസി. ഓക്കെ, നമ്മൾ ആ ഫ്രീക്വൻസിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റും. സോ ദെൻ വി ഹാവ് ആൻ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ. സോ ഔട്ട്പുട്ട് ഓഫ് മിക്സർ ഈസ് ആംപ്ലിഫൈഡ് ആൻഡ് ഗിവൺ ടു ഡിറ്റക്ടർ. സെയിം ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്വീപ്പ് ജനറേറ്റർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട്, അത് എക്സ് ആക്സിസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയ സിഗ്നൽ എവിടെ വരുന്നുണ്ട്? എക്സ് ആക്സിസിലും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിലും വെർട്ടിക്കൽ ആക്സിസിലും വരുന്നുണ്ട്. സോ നമുക്ക് ഈ സ്ക്രീനിൽ കാണിച്ച പോലെ എന്താ പറയുക, ഇത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. CRO ആണെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെ ആ സ്പെക്ട്രം ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, അങ്ങനെയാണ് സ്പെക്ട്രം അനലൈസർ വർക്ക് ചെയ്യുന്നത്. ഹർഷ്, ക്ലിയർ ആയോ സ്പെക്ട്രം അനലൈസറിന്റെ കേസ്? ഹർഷ ഹരീന്ദ്രൻ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ലോജിക് അനലൈസറിനെ പറ്റിയിട്ടാണ്. ലോജിക് അനലൈസർ എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നലിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അക്വയർ ചെയ്യും അനലൈസ് ചെയ്യും അല്ലെ, അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ. അപ്പം അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? CRO അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് വെച്ച് നമുക്ക് ഒരു ടൈം അനലൈസ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 4 സിഗ്നൽ വരെയാണ്. പക്ഷെ അതിൽ കൂടുതൽ സിഗ്നലിനെ അനലൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലോജിക് അനലൈസർ യൂസ് ചെയ്യണം. ബട്ട് ദ ഇഷ്യൂ ഈസ്, നമുക്ക് ഡിജിറ്റൽ സിഗ്നലിനെ മാത്രം ഇങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ലോജിക് അനലൈസർ എടുത്തു കഴിഞ്ഞാൽ അതിന് 4 കോമ്പണന്റ് ആണ് ഉണ്ടാവുക. പ്രോബാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിഗ്നലിനെ ലോജിക് അനലൈസറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രിഗർ ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് വാല്യൂസ് റീഡ് ചെയ്യേണ്ടത്, അത് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ദെൻ ഇറ്റ് സ്റ്റോർസ് ദ വാല്യൂ, അല്ലെങ്കിൽ ഓരോ ടൈമിലുള്ള വാല്യൂ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് ലേറ്റർ അനലൈസസ് ആൻഡ് ഡിസ്പ്ലേ അത് ചെയ്യും അല്ലെ. അപ്പം ഇങ്ങനെയായിരുന്നു അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ടായിരുന്നത്.
ഇൻപുട്ട് പ്രോബിലേക്ക് സിഗ്നൽ കൊടുക്കുന്നു. നമുക്കിവിടെ ക്ലോക്ക് സർക്യൂട്ട് ഉണ്ട്, ഇന്റേണൽ വേണോ എക്സ്റ്റേണൽ വേണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഗിവൺ ടു ബഫർ. ബഫറിൽ എന്ത് ചെയ്യും, വാല്യൂസ് വരുന്നതിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. ഏത് ടൈമിലാണോ സിഗ്നൽ കൊടുക്കുന്നത് ആ ടൈമിലെ വാല്യൂ ആണ് എങ്ങോട്ട് പോവുക, മെമ്മറിയിലേക്ക് പോവുക. മെമ്മറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മെമ്മറി കൺട്രോൾ സർക്യൂട്ട് ഒക്കെ ഉണ്ട്. അതുപോലെ ഡിസ്പ്ലേ ചെയ്യാനുണ്ട്. അതായത് എന്താ പറയുക, ഒരിക്കൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെയൊക്കെ പിന്നീട് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളിത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാറ്റ എന്താ പറയുക റീഡ് ചെയ്ത് നോക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമുക്ക് അടുത്ത ടോപ്പിക്, ടൈം ഉണ്ട്, നമുക്ക് അടുത്ത ടോപ്പിക്കും കൂടെ ഒന്ന് നോക്കാം. ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. DSO എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് നമുക്ക് എന്താണ്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് കണ്ടിട്ടുണ്ട്. കാഥോഡ് റേ ട്യൂബ് ഒക്കെ വെച്ച് നല്ല ഒരു എന്താ പറയുക കുറച്ച് വലിയൊരു എക്യുപ്മെൻറ്റ് അല്ലേ. അതേ ഫംഗ്ഷൻ തന്നെയാണ് ആര് ചെയ്യുന്നത്, DSO ചെയ്യുന്നത്. പക്ഷെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ എന്താ കാണുന്നത്, ഒരു USB പോർട്ട് കാണാം അല്ലേ. അപ്പോൾ അവിടെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ വാല്യൂസ് വേണമെങ്കിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ആ സ്ക്രീൻ, ആ വാല്യൂ, ഇപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് വേണ്ടതെങ്കിൽ, ഈ ഒരു വേവ് ഫോം ആണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ, ആ റീഡിങ്, ആ സ്ക്രീന് അതേപോലെ തന്നെ പെൻ ഡ്രൈവിൽ സേവ് ആവും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. കൂടാതെ നമുക്ക് കാഥോഡ് റേ TROയിൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പിൽ നമുക്ക് വാല്യൂസ്, നമ്മൾ എങ്ങനെയാണ് ഫ്രീക്വൻസി വോൾട്ടേജ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്, അത് നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ നോക്കി, ഓരോ ഡിവിഷനും എത്രയാണെന്ന് നോക്കി, അതിൻ്റെ നോബ് എവിടെയാണെന്ന് നോക്കി, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, വാല്യൂ അനലൈസ് ചെയ്തത്. അതായത് വോൾട്ടേജ് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നതെങ്കിൽ we will be adding the total division, then we will multiply with the voltage knob voltage division അല്ലെ. ഈ ടോട്ടൽ ഡിവിഷനും നോബ് വോൾട്ടേജിന്റെ ഡിവിഷനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ടോട്ടൽ വോൾട്ടേജ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സോ ദ കാൽക്കുലേഷൻ ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ആ കാൽക്കുലേഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് നമ്മൾ DSO യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ, ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് അടിയിലൊക്കെ കാണാം അതിന്റെ വാല്യൂ, എത്ര വോൾട്ടേജ് കണ്ട, ഇവിടെ കണ്ട CH1 is equal to 1.8 വോൾട്ടേജ്, CH2 is equal to 2.8 വോൾട്ടേജ്. ഡയറക്റ്റ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്, അത് ഡിജിറ്റലിനെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓസിലോസ്കോപ്പ് പോലെ വർക്ക് ചെയ്യുന്നു. അപ്പം ആ പവർ കൺസപ്ഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ട്. സോ ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഈ ബ്ലോക്ക് ഡയഗ്രാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സിഗ്നൽ ആണോ മെഷർ ചെയ്യേണ്ടത്, ദാറ്റ് വിൽ ബി കണക്ട് ടു എ പ്രീ ആംപ്ലിഫയർ. Then we have a triggering, ADC, memory, DAC and CRT monitor. CRT അല്ലെങ്കിൽ ഡിജിറ്റൽ മോണിറ്റർ വേണമെങ്കിൽ അതും വെക്കാം. ഓക്കെ, സോ നമുക്ക് നേരത്തെ പഠിച്ച ലോജിക് അനലൈസറുമായി വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ട്രിഗർ എന്ന് പറയുന്ന ബ്ലോക്ക് നമ്മൾ സെയിം ആയിട്ട് കാണുന്നുണ്ട്. ദെൻ വി ക്യാൻ സി മെമ്മറി. ഈ രണ്ട് ബ്ലോക്കും കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇല്ലാത്തത് എന്തായിരുന്നു, ADCയും DACയും ആണ് ഉള്ളത്. ഓക്കെ, അപ്പം എന്താണോ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്, സോ ദാറ്റ് വിൽ ബി ആംപ്ലിഫൈഡ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ടു ട്രിഗർ ആൻഡ് ADC ലൂപ്പ്. ഓക്കെ, സോ ആ ഒരു എക്സ്റ്റേണൽ ട്രിഗറിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്റേണൽ ട്രിഗറിങ് ആണെങ്കിൽ കൺട്രോൾ ലോജിക്, ഇവിടെ കൊടുത്തിരിക്കുന്ന കൺട്രോൾ ലോജിക് വഴി അങ്ങനെയും ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, കൺട്രോൾ ലോജിക് ട്രിഗറിനെ കൺട്രോൾ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരെ ഇൻപുട്ടിൽ നിന്ന് ട്രിഗർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. സോ ഓരോ ടൈമിലും കൺട്രോൾ ലോജിക്കിൽ നിന്ന് വരുന്നതിനനുസരിച്ച് ഈ പ്രീ ആംപ്ലിഫയർ എന്ന് വരുന്ന ഡാറ്റ ADCയിലേക്ക് വരും, അതിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യും, മെമ്മറിയിലേക്ക് സേവ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറിയിലേക്ക് സേവ് ചെയ്യും. കാരണം ഡിജിറ്റൽ വാല്യൂ ആണ്. നേരത്തെ കേസിൽ ADC ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, നമ്മൾ ഇൻപുട്ട് തന്നെ ഡിജിറ്റൽ ആയിരുന്നു ലോജിക് അനലൈസറിന്റെ കേസിൽ. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് അനലോഗും ആവാം ഡിജിറ്റലും ആവാം. സോ ADC വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.
സോ ദെൻ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി. അപ്പം അതിന് ശേഷം മെമ്മറിയിലേക്ക് സേവ് ചെയ്തതിന് ശേഷം നമുക്കൊരു DAC ഉണ്ട്. DAC വെച്ച് വീണ്ടും എന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റോർ ചെയ്ത വാല്യൂനെ വീണ്ടും CRT മോണിറ്ററിലേക്ക് മാറ്റും. ഓക്കെ, അങ്ങനെയാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രം വർക്ക് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ DS-ന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എടുത്തു തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മോഡ്യൂളിൽ ക്ലിയർ ആയില്ലേ? ഈ മോഡ്യൂളിൽ ഇതുവരെ പഠിച്ചതെല്ലാം, അതായത് നമ്മളെ വോൾട്ട് മീറ്റർ മുതൽ വോൾട്ട് മീറ്റർ മനസ്സിലായി, RF ഓഡിയോ മീറ്റർ മനസ്സിലായി, ഓഡിയോ പവർ മീറ്റർ മനസ്സിലായി, അതേപോലെ RF പവർ മീറ്റർ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഡിജിറ്റൽ വോൾട്ട് മീറ്റർ പഠിച്ചു, റാമ്പ് ടൈപ്പ് പഠിച്ചു, ഡുവൽ സ്ലോപ്പ് പഠിച്ചു, അതേപോലെ തന്നെ ഫ്രീക്വൻസി സിന്തസൈസർ എന്താണെന്ന് പഠിച്ചു, സ്പെക്ട്രം അനലൈസർ എന്താണെന്ന് നോക്കി, ലോജിക് അനലൈസർ എന്താണെന്ന് നോക്കി. ഇത്രയും ഡിവൈസ്, ഇതിൻ്റെയൊക്കെ ബ്ലോക്ക് ഡയഗ്രാമാണ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ബ്ലോക്ക് ഡയഗ്രം ഒക്കെ പഠിക്കണം. പിന്നീട് നമ്മൾ DS സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് 5th മോഡ്യൂളിൻ്റെ ഒരു യൂണിറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് നടത്താനുണ്ട്. ഈ മൺഡേ ഞാനത് ഇഷ്യൂ ചെയ്യും. എക്സാം ആയിരിക്കും മിക്കവാറും. അപ്പം മൺഡേ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ടൈമിൽ, അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷം, മിക്കവാറും ക്ലാസ്സിൻ്റെ ടൈമിൽ നമുക്ക് എക്സാം 5th മോഡ്യൂളിൻ്റെ എക്സാം നടത്തണം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും കേട്ടില്ലേ അത്? ഓക്കെ, എനിക്കിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിനകത്തേക്ക് വരാത്ത പോലെ ഉണ്ട്. അതായത് ക്ലാസ് കേട്ടിട്ട് വെറുതെ പോകുന്ന പോലെ ഉണ്ട്. അത് നിർത്തുക, കുറച്ച് റീഡ് ചെയ്ത് നോക്കുക.